Mathematical proof. Proving the theorem, Gauss map is onto. onto എന്ന് കാണിക്കുകയാണ്. onto എസ് കോമ്പാക്റ്റ് ആണെങ്കിൽ ഗോസ് മാപ്പ് onto എന്ന് കാണിക്കുന്ന ആ പാർട്ടാണത്. നമുക്ക് മാത്തമാറ്റിക്കൽ പ്രൂഫ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. we define a function g from Rn plus 1 to R as g of p is equal to p dot v എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫങ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ജി ഓഫ് പി ഇസ് ഈക്വൽ ടു പി ഡോട്ട് വി എന്ന് പറയുന്ന ഫങ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദറ്റ് ഈസ് ജി ഓഫ് x1 x2 എക്സെട്ര xn n plus 1 is equal to a1 x1 plus a2 x2. ഇവിടെ x1 x2 എക്സെട്ര xn plus 1 എന്നുള്ളതാണ് p, a1 a2 എക്സെട്ര n plus 1 എന്നുള്ളതാണ് v, പ്ലസ് എക്സെട്ര പ്ലസ് an plus 1 xn plus 1. then clearly അങ്ങനെയാണ് വളരെ ക്ലിയറായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദെൻ ക്ലിയർലി ജി ഈസ് കണ്ടിന്യൂസ്, ഒരു സംശയമില്ല. കൂടാതെ ഡെൽ ജി ഓഫ് പി എന്താണെന്ന് നോക്കാം നമുക്ക്. ആൻഡ് ഡെൽ ജി ഓഫ് പി വിൽ ബി ഓൾസോ വി ഹാവ് ദി ഡെൽ ജി ഓഫ് പി വിൽ ബി ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത് വി തന്നെയായിരിക്കും. ഡെൽ ജി ഓഫ് പി വിൽ ബി a1 a2 എക്സെട്ര an plus 1 a1 a2 എക്സെട്ര an plus 1. അതായത് ഈ വെക്ടർ നമ്മൾ പി ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ദിസ് ഈസ് പി കൊമ വി ആയിരിക്കും ഡെൽ ജി ഓഫ് പി. ഇത് പിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഡെൽ ജി ഓഫ് പി എന്ന് പറഞ്ഞാൽ പിയിൽ ഈ വെക്ടർ എന്നുള്ള അർത്ഥത്തിൽ ഇതായിരിക്കും ഡെൽ ജി ഓഫ് പി വരുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ലെവൽ സെറ്റ് എന്ന് നോക്കാം. ലെവൽ സെറ്റ്സ് ഓഫ് ജീസ്, ജിയുടെ ലെവൽ സെറ്റുകൾ. ജി ഇൻവേഴ്സ് സി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 etc xn plus 1 such that a1 x1 plus a2 x2 plus etc plus an plus 1 xn plus 1 is equal to c. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x1 x2 എക്സെട്ര xn പ്ലസ് 1 കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലെയിനാണ്. ശരിക്കും പ്ലെയിനാണ്. അതിൻ്റെ നോർമൽ a1 a2 എക്സെട്ര n പ്ലസ് 1. സോ ദിസ് ഈസ് എ പ്ലെയിൻ whose normal is a1 a2 എക്സെട്ര an plus 1 എന്ന് പറഞ്ഞാൽ ശരിക്കും വി തന്നെയാണ്. whose normal is v. that is a plane parallel to
പ്ലെയിൻ പാരലൽ ടു വി പെർപ്പ്. കാരണം വി പെർപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി വിക്ക് പെർപെൻഡിക്കുലറാണ്. വിക്ക് പെർപെൻഡിക്കുലറാണ് വി പെർപ്പ്. അപ്പം എന്തായാലും ജി ഇൻവേഴ്സ് സി എന്നുള്ളത് വി പെർപ്പിന് പാരലായിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും. വി പെർപ്പ് എന്നുള്ള പ്ലെയിനാണ്. ഈ ജി ഇൻവേഴ്സ് സികളെല്ലാം ഇതിന് പാരലായിട്ടുള്ള പ്ലെയിൻസ് ആയിരിക്കും. സോ ദി ലെവൽ സെറ്റ്സ് ആർ the level sets of G are the planes parallel to V perp. They are n planes. They are n planes. They are n planes. ഇനി നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പിൽ. Since S is compact, the restriction of G to S attains its maximum and its minimum say at P and Q belongs to S respectively. ഇതിന് കാരണം ജി കണ്ടിന്യൂസ് എന്നുള്ളതാണ്. ജി ഈസ് കണ്ടിന്യൂസ്. ജി കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ജിക്ക് ഈ കോമ്പാക്ട് സെറ്റിൽ മിനിമവും മാക്സിമം ഉണ്ടായത്. അതിൽ മാക്സിമം എസ്സിലും മാക്സിമം പിയിലും മിനിമം ക്യൂവിലും ആണുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു തിയറം നമുക്കുണ്ടായിരുന്നു. ദെൻ ബൈ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ തിയറം. There exists lambda belongs to R such that del G of P is equal to lambda times del F of P. Del G of P is equal to lambda times del F of P. അതായത് നമ്മൾ ഇവിടെ അറ്റ് മാക്സിമത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇതേപോലെ മിനിമത്തിൽ ഇതേ കാര്യം തന്നെ ചെയ്യാൻ കഴിയും. വിച്ച് ഇംപ്ലൈസ് ഡെൽ ജി ഓഫ് പി നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പി വി ആണ് ഡെൽ ജി ഓഫ് പി. സോ പി വി ഈസ് ഈക്വൽ ടു ലാംഡ ടൈംസ്
ഡെൽ എഫ് ഓഫ് പി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോം ഡെൽ എഫ് ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി. കാരണം സിൻസ് n of p is del f of p by norm del f of p. അതുകൊണ്ട് നമുക്ക് del f of p എന്ന് എഴുതാം, norm del f of p ഇൻറ്റു n of p എന്ന് എഴുതാം. ദിസ് മീൻസ് ദാറ്റ് അപ്പോൾ പി വി, ഈ വി എന്ന് പറയുന്ന ഈ വെക്ടർ, പിയിലുള്ള വി എന്ന് പറയുന്ന വെക്ടറും എന്നും മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ദേ ആർ പാരലൽ എന്നർത്ഥം. സോ ദിസ് ആൻഡ് വി ആൻഡ് എൻ ഓഫ് പി ആർ they are multiples of each other. They are multiples of each other. That is, they are parallel. അത് രണ്ടും പാരലൽ ആണെന്ന് ഉറപ്പായി. they are parallel. Now we have, നമുക്കിനി ഈ മൾട്ടിപ്പിൾ, അതായത് ലാംഡ ഇൻറ്റു നോം ഡെൽ എഫ് ഓഫ് പി, ഇതാണ് മൾട്ടിപ്പിളായിട്ട് വരുന്നത്. ഈ മൾട്ടിപ്പിൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അതിനാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നമുക്കറിയാം വി എന്ന് പറയുന്ന വെക്ടർ നമ്മൾ എസ് എന്ന് എടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ നോം വി എന്ന് പറയുന്നത് 1 വി എസ് എന്ന് എടുത്തുകൊണ്ട് നോം വി എന്ന് പറയുന്നത് 1. അതേപോലെ തന്നെ നമുക്ക് നോം വി 1 അതേപോലെ നമുക്കറിയാം നോം also we have a norm n of p. This is also 1. കാരണം n എന്ന് പറയുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ ഫീൽഡാണ്. അതുകൊണ്ട് അതും 1 ആണ്. സോ നമുക്ക് ഈ ഇവിടെയുള്ള ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. So 1 implies, നമ്മൾ നോം കൊടുക്കുന്നു രണ്ട് സൈഡിലും. ടേക്ക് നോം ഓൺ ബോത്ത് സൈഡ്. നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ടേക്ക് നോം ഓൺ ബോത്ത് സൈഡ്. സോ നോം പി കോമ വി ഈസ് ഈക്വൽ ടു mod lambda norm del f of p norm n of p എന്ന് കിട്ടും. ഇത് നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 ആവും. ഇറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു മോഡ് ലാംഡ ഇൻറ്റു നോം del f of p into 1 വരും. So this implies lambda into norm del f of p, ആ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് എന്താണെന്ന് അറിയേണ്ടത്. ദാറ്റ് വിൽ ബി ±1. ഇനി വീണ്ടും 1 implies. So 1 implies 1 പ്രകാരം PV is equal to ±1
പ്ലസ് ഓർ മൈനസ് 1 വരും. 1 ഇൻറ്റു എൻ ഓഫ് പി, പ്ലസ് ഓർ മൈനസ് 1 ഇൻറ്റു എൻ ഓഫ് പി, or n of p is പ്ലസ് ഓർ മൈനസ് പി എന്ന് വരും. പി വി എന്നുള്ളതിന് സിമ്പിളാക്കി എഴുതാണ് വി. സിമിലർലി ഇപ്പം നമ്മൾ പിയിലാണ് ഈ അനാലിസിസ് ഒക്കെ നടത്തിയത്. സിമിലർലി അതേപോലെ നമുക്ക് ക്യൂവിലും we can also prove that n of q is equal to plus or minus v. Now we will show that n of p not equal to n of q. This will imply that if n of p is equal to v, then we are done. If n of p is equal to minus v, then n of q cannot be minus v. N of q cannot be minus v, so n of q will be v, and in this case also we are done. ആ രണ്ട് കേസിലും നമുക്ക് വിക്ക് ഒരു പ്രീമേജ്, ഈ കേസിൽ വിയുടെ പ്രീമേജ് പിയും ഈ കേസിൽ വിയുടെ പ്രീമേജ് ക്യൂവും കിട്ടി. രണ്ട് കേസിലും നമുക്ക് വിയുടെ പ്രീമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത ഡിസ്കഷനിൽ പ്രൂവ് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് ഡിസ്കഷനിൽ പ്രൂവ് ചെയ്യാനുള്ളത്, we have to show that n of p not equal to n of q എന്നാണ് അടുത്ത ഡിസ്കഷനിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്.